ഇങ്ങനെ നോക്കി നോക്കിയേ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചൂടാണ് പറഞ്ഞത്. ഇങ്ങനെ നോക്കി നോക്കിയേ, അവിടെ വരുന്നത് തണുപ്പായിരിക്കും. നോമ്പ് തുറക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു സംഭവം പച്ചവെള്ളമാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും പച്ചവെള്ളം ഒഴിവാക്കിയിട്ട് ചായയാണ് കഴിക്കുക. നോമ്പ് തുറക്കുമ്പോൾ പച്ചവെള്ളം തന്നെ കഴിക്കുക. പച്ചവെള്ളം കഴിക്കുകയും ഇനി തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെള്ളം കഴിക്കണ്ടെന്നൊക്കെ പൊതുവിൽ പറയുമെങ്കിലും നമ്മുടെ ഇടങ്ങേറ് നമുക്കെല്ലാം മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്താക്കുക, തണുപ്പുള്ളതൊക്കെ കഴിച്ചോ, കുഴപ്പമില്ല. കൂജയിൽ വെച്ച വെള്ളമാണെങ്കിൽ ബെറ്ററാണ്. അതല്ലെങ്കിൽ ഫ്രിഡ്ജിലുള്ള വെള്ളം കഴിക്കാം. പക്ഷെ അമിതമായിട്ടുള്ള തണുപ്പുള്ളത് അമിതമായിട്ട് സ്പീഡിൽ പെട്ടെന്ന് കഴിക്കാതിരിക്കുക. ചായ നല്ലതല്ല, പ്രത്യേകിച്ച് പാൽ ചായ ഒഴിവാക്കുക. നോമ്പ് കാലത്തിൽ നോമ്പ് തുറക്കുമ്പോൾ പാൽ ചായ ഒട്ടും കഴിക്കാതിരിക്കുക. അത്യാവശ്യക്കാർക്ക് ചൂടായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ കട്ടൻ ചായ കട്ടൻ കാപ്പിയോ കുടിക്കുക. പാലൊഴിച്ചത് പരമാവധി ഒഴിവാക്കുക. വായിൽ കുറച്ചു നേരം പച്ചവെള്ളം വെച്ചാൽ എന്നിട്ട് ആ പച്ചവെള്ളം നല്ല തണുത്ത വെള്ളം ഒന്ന് തുപ്പി നോക്കിയാൽ അറിയാം ആ വെള്ളം ചൂടായിട്ടുണ്ടാവും. അപ്പൊ നല്ല തണുത്ത വെള്ളം ഒറ്റയടിക്ക് ഇറക്കുന്നതിന് പകരം വായിൽ വെള്ളം വച്ചതിന് ശേഷം കുറച്ച് സമയം എടുത്ത് പയ്യെ ഇറക്കിയാൽ ഇത്ര തണുത്ത വെള്ളം കുടിച്ചാലും നമുക്ക് സമാധാനത്തിന് വേണ്ടിയാണെങ്കിൽ അങ്ങനെ കുടിക്കാം. പക്ഷെ ഞാനിതിനെ തണുത്ത വെള്ളം കുടിക്കാൻ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യരുത്. ആവശ്യക്കാരന്റെ ആവശ്യം അവിടെ നിറവേറിയേ പറ്റൂ. ഫ്രിഡ്ജ് ഉണ്ടായിട്ട് ഫ്രിഡ്ജ് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞാൽ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ഫ്രിഡ്ജുള്ള യൂസ് ചെയ്യാം. ആ നമ്മളുടെ ശരീരത്തിലെ ഒരു AC മെക്കാനിക് ഉണ്ട്. ആ AC സിസ്റ്റം നിങ്ങളൊന്ന് വായിൽ നോക്കി നോക്കിയേ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ചൂടാണ് പറഞ്ഞത്. എന്നാ ചുണ്ടിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഊതി നോക്കിയേ, അവിടെ വരുന്നത് തണുപ്പായിരിക്കും. തണുത്ത വസ്തു ചെന്നാൽ അതിനെ ചൂടാക്കാനും ചൂടുള്ള വസ്തു ചെന്നാൽ തണുപ്പിക്കാനൊക്കെ ഉള്ള സിസ്റ്റം വായിലുണ്ട്. പക്ഷെ അതിൽ വായിൽ കുറച്ച് സമയം കിട്ടണം. വായിൽ അങ്ങനെ ചെല്ലുമ്പോൾ അങ്ങനെ ഇറക്കിയാൽ ആ പണി നടക്കില്ല. അപ്പൊ അതുകൊണ്ട് വെള്ളം കുടിക്കുന്നത് സാവകാശമാക്കുക, ആസ്വദിച്ച് കഴിക്കുക. കരിക്കും വെള്ളം, കരിമ്പിൻ ജ്യൂസ് പോലുള്ളതൊക്കെ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്ന നല്ല പാനീയങ്ങളിൽ പെട്ടതാണ്. ഇപ്പോൾ ഏറ്റവും നല്ല പാനീയങ്ങളിൽ പെട്ടതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കശുമാങ്ങ ഇപ്പോൾ നല്ല സീസണാണ്. ചക്ക നല്ല സൂപ്പർ സാധനമാണ്. പക്ഷെ ചക്കയൊക്കെ തിന്നുമ്പോൾ ഒരു ചോള തിന്നാൻ ഒരു 5 മിനിറ്റെങ്കിലും സമയം എടുക്കുക. ആസ്വദിച്ച് തിന്നുക, ചവച്ച് തിന്നുക. അല്ലെങ്കിൽ ചവക്കാതെ ചക്ക തിന്നാൽ വയറ്റിൽ പിടിക്കൂല, വയറുവേദന വരും. ചക്കയുടെ കുഴപ്പമില്ല, നിന്റെ തീറ്റയുടെ കുഴപ്പമാണെന്ന് മനസ്സിലാക്കുക. തീറ്റ നന്നാക്കുക. റമദാൻ മാസത്തിൽ തീറ്റ ശരിയാക്കിയാൽ ഗ്യാസ് ട്രബിൾ പോലുള്ളത് മാറും. പൊതുവിൽ ജനങ്ങളുടെ ഒരു തെറ്റായ ധാരണയുണ്ട്. റമദാൻ ആയിക്കഴിഞ്ഞാൽ എപ്പോഴും രാവിലെ തന്നെ വയറൊക്കെ അങ്ങനെ വന്ന് വീഴ്ത്ത് രാവിലെ പുളിച്ച് വീഴ്ത്തുക. രാവിലെയുള്ള ഭക്ഷണം കഴിച്ചിട്ടുള്ള ഉറക്കമാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇടത്താഴെ എഴുന്നേൽക്കും, അടിച്ച് കയറ്റി തിന്നു, എന്നിട്ട് പിന്നെയും പോയി കിടന്നുറങ്ങും. അതോടുകൂടി രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും പിന്നെയും പുളിച്ച് വീഴ്ത്തും. അത് ഒഴിവാക്കുക. കാരണം ഒരിക്കലും രാത്രി 4 മണിക്കൊന്നും ആർക്കും എഴുന്നേറ്റ് വിശക്കൂല. കാരണം അത്താഴം നന്നായിട്ട് കഴിച്ചിട്ടേ കിടക്കണേ. ഉറങ്ങുന്നതിന് മുമ്പ് നന്നായിട്ട് കഴിച്ചിട്ട് കിടന്നിട്ട് പിന്നെ ഇടത്താഴം അടിച്ച് കയറ്റേണ്ട കാര്യമില്ല. വിശക്കാതെ ഭക്ഷണം കഴിക്കണ്ടല്ലോ, ഇനി രാവിലെ രാത്രി വരെ നിൽക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴേ അടിച്ച് കയറ്റണോ? 2 ആഴ്ചത്തേക്കുള്ള ഭക്ഷണം ഇന്ന് ഒരു കല്യാണത്തിന് പോയി എന്ന് പറഞ്ഞിട്ട് 2 ആഴ്ചത്തേക്കുള്ള ഭക്ഷണം അടിച്ച് കയറ്റാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ നോമ്പ് ശരീരത്തെ ശുദ്ധീകരിക്കാൻ, മനസ്സിനെ ശുദ്ധീകരിക്കാൻ, ആത്മാവിനെ ശുദ്ധീകരിക്കാനൊക്കെയാണെന്ന് പറയുമ്പോൾ ആത്മീയ ശുദ്ധതക്കും ശാരീരിക ശുദ്ധിക്കും ഒക്കെ ഭക്ഷണം അതൊന്ന് കൺട്രോൾ ചെയ്താൽ എഫക്റ്റ് ചെയ്യും. ഭക്ഷണത്തെ നിയന്ത്രിക്കുന്ന നല്ലൊരു നോമ്പായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബാക്കി ഇനി വരുന്ന വീഡിയോകൾ കിട്ടണ്ടേ, അതിന് ഫോളോ നിർബന്ധമാണ്. ഇനിയും നല്ല നല്ല വീഡിയോകൾ വരും.